പക്ഷേ നമസ്കാരം. സംസ്കാരം എന്ന സമ്പന്നത ഇതാണല്ലോ നാരായവേരിൽ നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യുന്ന വിഷയം. സംസ്കാരത്തിന് സമ്പന്നത മാത്രമാണോ ഉള്ളത്? നിഷേധാത്മക വശങ്ങളും അതിനില്ലേ? നല്ല സംസ്കാരം, ചീത്ത സംസ്കാരം എന്നെല്ലാം പറയാറില്ലേ? സംസ്കാരം എന്ന വാക്കിൻ്റെ ഉൽപ്പത്തി നോക്കുകയാണെങ്കിൽ അതിന് പോസിറ്റീവായിട്ടുള്ള അർത്ഥം അല്ലെങ്കിൽ ഗുണകരമായിട്ടുള്ള അർത്ഥം മാത്രമേ ഉണ്ടാകാൻ പാടൂ. കാരണം സംസ്കാരം എന്ന് പറഞ്ഞാൽ സംസ്കരിക്കപ്പെട്ടതാണ്, വൃത്തിയാക്കപ്പെട്ടതാണ്, ശുദ്ധീകരിക്കപ്പെട്ടതാണ്. പക്ഷേ ഇടയ്ക്കൊരു പ്രശ്നമുണ്ടാകും. ചിലപ്പോൾ നമ്മൾ വൃത്തിയാക്കും ശുദ്ധീകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഗുണം പോയിട്ട് ദോഷം ഉണ്ടാവുകയാണ് ചെയ്യുക. ഉദാഹരണമായിട്ട് മാങ്ങ നമ്മൾ സംസ്കരിക്കാനാണല്ലോ ആളുകളൊക്കെ അല്ല കഴുകി വൃത്തിയാക്കി തോലൊക്കെ ചെത്തി ഉപയോഗിക്കുന്നത്. പക്ഷെ തോല് ചെത്തിക്കളയുന്നതോടുകൂടി മാങ്ങയിലെ പ്രധാനപ്പെട്ട പോഷകങ്ങൾ ഇല്ലാതെയാവുക ചെയ്യുന്നത്. മാങ്ങ വെറും ഒരു ഗ്ലൂക്കോസിന്റെ പന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പലപ്പോഴും ശുദ്ധീകരിക്കുകയും വൃത്തിയാക്കുകയും ചെയ്യുന്ന സമയത്ത് ഗുണം പോയിട്ട് ദോഷം പുറത്തേക്ക് വരുന്ന ഒരു പ്രശ്നം ഇടയ്ക്ക് സംസ്കാരത്തിൽ ഉണ്ടാകാം. പക്ഷേ അർത്ഥവ്യാപ്തി കൊണ്ട് വ്യക്തത നഷ്ടപ്പെട്ട വാക്കാണ് സംസ്കാരം എന്ന് തോന്നിയിട്ടുണ്ടോ? മനുഷ്യനോളം വലിയതാണ് സംസ്കാരം എന്നതുകൊണ്ട് തന്നെ മനുഷ്യന്റെ അവ്യക്തതയും അനിർവചനീയതയും സംസ്കാരത്തിനും ഉണ്ടാകും. അതൊരു സ്വാഭാവികതയാണ്. നമ്മൾ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 1.25 നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ സംസ്കാരം എന്ന വാക്ക് ഇന്നത്തെ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗം വരെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ശവസംസ്കാരം മാത്രമായിരുന്നു എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ കൾച്ചർ, സിവിലൈസേഷൻ എന്നീ രണ്ട് പദങ്ങളുണ്ട്. അതിൻ്റെ പരിഭാഷയായിട്ട് പലരും സംസ്കാരം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ സത്യത്തിൽ കൾച്ചറുമായി യോജിക്കുന്ന പദം സംസ്കാരം മാത്രമാണ്. സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നാഗരികതയാണ്. സംസ്കാരം അല്ലെങ്കിൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ ആന്തരികമായിട്ടുള്ള ഗുണങ്ങളാണ്. അതിൻ്റെ ജനാധിപത്യബോധം, അതിൻ്റെ സന്മാർഗബോധം, അതിൻ്റെ സ്നേഹസ്മരണ, നൈതികത, ഇതെല്ലാമാണ് ഒരു സമൂഹത്തിൻ്റെ സംസ്കാരം അല്ലെങ്കിൽ കൾച്ചർ. എന്നാൽ ഒരു സമൂഹത്തിൻ്റെ നാഗരികത അല്ലെങ്കിൽ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളാണ്. അതായത് കുറെ റോഡുകൾ, വലിയ എയർപോർട്ടുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഫാക്ടറികൾ, ഇതെല്ലാം നാഗരികതയാണ്. ചില രാജ്യങ്ങൾക്ക് വലിയ നാഗരികത ഉണ്ടാവും, പക്ഷെ അതുകൊണ്ട് സംസ്കാരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വലിയ പത്രാസും ബെൻസ് കാറും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു നാഗരികതയുള്ള ചില മനുഷ്യരിടയ്ക്ക് അറ്റ കൈക്ക് ഉപ്പ് വയ്ക്കാത്തവരായിരിക്കും. അപ്പോ സംസ്കാരവും നാഗരികതയും തമ്മിൽ വ്യത്യാസമുണ്ട്. സംസ്കാരം, കൾച്ചർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഉള്ളിലുള്ള മൂല്യങ്ങളാണ്. നാഗരികത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നോക്കിക്കാണാൻ പറ്റുന്ന ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളാണ്. ആദ്യത്തെ നാരായവേരിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പെട്ടെന്നാണ് മാഷ് സംസ്കാരം എന്ന വിഷയത്തിൽ എത്തിച്ചേർന്നത്. ഇതിന് സമകാലികമായി എന്തെങ്കിലും പ്രകോപനം ഉണ്ടായിട്ടുണ്ടോ? കുറച്ചു ദിവസം മുമ്പ് നമ്മുടെ ട്രംപ് പറഞ്ഞല്ലോ, ഇറാന്റെ സംസ്കാരത്തെയും നാഗരികതയെയും ഞാൻ പൂർണ്ണമായി നശിപ്പിക്കുന്നു പറഞ്ഞത്. ഇറാന്റെ കൾച്ചറിനെയും സിവിലൈസേഷനെയും നശിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ഇത് സത്യത്തിന്റെ ഒരു പ്രകോപനം തന്നെയാണ്. 6000 വർഷത്തിലധികം പഴക്കമുള്ളതാണ് ഇറാന്റെ സംസ്കാരം. നല്ല വാക്ക്, നല്ല ചിന്ത, നല്ല പ്രവൃത്തി എന്നുള്ളതാണ് ഇറാനിയൻ സംസ്കാരത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യം. മനസാ വാചാ കർമ്മണ, നല്ലത് ചെയ്യണം എന്ന ഭാരതീയ തത്വചിന്തയുമായി അടുത്തു നിൽക്കുന്നതാണ് ഇറാനിയൻ മൂല്യങ്ങൾ. 7-ാം നൂറ്റാണ്ടില് ഇസ്ലാം ഇറാനിലേക്ക് വന്നതോടുകൂടിയിട്ട് സൗരാഷ്ട്രീയൻ മൂല്യങ്ങളും ഇസ്ലാമിക് മൂല്യങ്ങളും ചേർന്നിട്ട് പുതിയൊരു നീതിബോധവും ഉണ്ടായി. അതിൻ്റെ ഊക്കാണ് അവർ സത്യത്തിൽ
യുദ്ധത്തിൽ പ്രകടിപ്പിച്ചത് നമുക്കറിയാം. ഏതായാലും ട്രംപിന്റെ ഈ പ്രസ്താവനയുണ്ടല്ലോ, അത് വെറുതെ ഒരു യുദ്ധ സന്ദർഭത്തെ വീമ്പ് പറച്ചിലായി മാത്രം നമ്മൾ തള്ളിക്കളയരുത്. തീറ്റയും കുടിയും മാത്രമുള്ള ഒരു കമ്പോള സംസ്കാരം ആഴമുള്ള ഒരു സംസ്കാരത്തെ തകർത്ത് തരിപ്പണമാക്കും എന്നൊരു ധ്വനി ട്രംപിന്റെ പ്രസ്താവനയിലുണ്ട്. ഇതിനോട് നമ്മുടെ ഇന്ത്യക്ക് എന്താണ് നിലപാടെടുക്കേണ്ടതെന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യൻ ഭരണകൂടത്തിന് ഇപ്പോൾ വേണ്ട കാര്യം ഇറാനിന് കുറെ എണ്ണ കിട്ടണം, ഹോർമോസ് കടലിടുക്കിൽ കൂടെ കപ്പലുകളെ കടത്തിവിടണം എന്നതാണ്. എന്നാൽ മഹത്തായ ഇന്ത്യൻ പാരമ്പര്യത്തിന് ഈ പ്രസ്താവനയോടുള്ള നിലപാട് എന്തായിരിക്കണം എന്ന് നമ്മൾ ആലോചിക്കുക തന്നെ വേണം. ഓർക്കണം, ഇന്ത്യൻ സംസ്കാരവും ഇറാനിയൻ അല്ലെങ്കിൽ പേർഷ്യൻ സംസ്കാരവും തമ്മിലുള്ള ബന്ധത്തിന് 4000 വർഷത്തിലധികം ദൈർഘ്യമുണ്ട്. ഇന്തോ ഇറാനിയൻ എന്ന് പറയുന്ന പൊതുവായിട്ടുള്ളൊരു സാംസ്കാരിക ധാരയുടെ ഭാഗമാണ് ഇന്ത്യൻ സംസ്കാരവും ഇറാൻ സംസ്കാരവും. സംസ്കൃതവും ഇറാന്റെ പ്രാചീനമായിട്ടുള്ള ഭാഷയും ഒരേ വേരുകളിൽ നിന്നാണ് പൊടിച്ചു വളർന്നിട്ടുള്ളത്. അതേപോലെ തന്നെ വേദ സംസ്കാരവും ഇറാനിയൻ പ്രാചീന സംസ്കാരവും തമ്മിലും നല്ല ബന്ധമുണ്ട്. ഇറാനിൽ നിന്നാണ് ആര്യന്മാര് ഇന്ത്യയിലേക്ക് കടന്നു വന്നത് എന്ന ഒരു വാദം പ്രബലമായിട്ടുണ്ട്. ചില ആൾക്കാർ അതിനെ എതിർക്കുന്നുണ്ട്. അതെന്ത് തന്നെയാണെങ്കിലും ശരി, ഈ ഇന്ത്യക്കാരും ഇറാനിയൻസും പണ്ടെന്നോ ഒന്നിച്ച് ജീവിച്ചിരുന്നവരാണ് എന്നതിൻ്റെ ധാരാളം തെളിവുകളുണ്ട്. മുഗൾ ഭരണകാലത്താകട്ടെ പേർഷ്യൻ സംസ്കാരവുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം വളരെയധികം വർദ്ധിച്ചു. നമ്മുടെ എല്ലാം കോടതി ഭാഷ തന്നെ പേർഷ്യനായിരുന്നു. മഹാഭാരതവും ഉപനിഷത്തുകളുമെല്ലാം ആദ്യമായി പരിഭാഷ ചെയ്യപ്പെട്ട വിദേശ ഭാഷയും പേർഷ്യനാണ്. അപ്പോ പേർഷ്യൻ സംസ്കാരം, ഇറാൻ സംസ്കാരം തകർക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു സഹോദര സംസ്കാരം നഷ്ടപ്പെടുകയാണെന്നാണ് അർത്ഥം. എന്നാൽ ഇവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള പണ്ഡിതരൊന്നും ഇതിൽ വലിയ ബേജാറ് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ വേവലാതിപ്പെടുന്നില്ല. അതിനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ ഇറാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമല്ലേ എന്നുള്ളതാണ്. അതിൽ നമ്മൾ എന്താ ഇടപെടുന്നത്? ഹൈന്ദവതയും ഇസ്ലാമും തമ്മിൽ ശത്രുതയാണ്, വൈരുദ്ധ്യമാണ് എന്ന തത്വം ഇന്ന് വളരെ പ്രാബല്യത്തിൽ വരുന്ന കാലമാണ്. എന്നാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഇറാൻ സംസ്കാരം തകർക്കപ്പെടുന്നതിൽ വലിയ അങ്കലാപ്പില്ല. അതിനുള്ള കാരണം വേറെയാണ്. കാരണം ഇറാനിൽ ഷിയാക്കളാണ് ഭൂരിപക്ഷം ഉള്ളത്, ഇന്ത്യയിൽ സുന്നികളാണ് ഉള്ളത്. ഷിയാക്കൾക്ക് ശക്തി പ്രാപിക്കുമോ, ഷിയാക്കൾക്ക് അധികം ശക്തി വരുമോ എന്ന് പേടിച്ചിട്ടാണ് സൗദി അറേബ്യ അടക്കം അമേരിക്കയുടെ കൂടെ നിന്ന് നമ്മൾ ആലോചിക്കണം. എന്ത് തന്നെയാണെങ്കിലും ഇന്ത്യയിലെ ഹിന്ദുക്കള് ഇറാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമല്ലേ എന്നുള്ള നിലയ്ക്ക് നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങളാണെങ്കിലും ഇറാൻ ഷിയ അല്ലേ എന്ന് വിചാരിച്ചിട്ട് നോക്കിക്കുന്നു. എന്നാൽ ഈ ഹിന്ദുവും മുസ്ലിമും പരസ്പരം വൈരുദ്ധ്യമുള്ളതാണ് എന്നും ഷിയയും സുന്നിയും ഒരിക്കലും യോജിക്കാത്തതാണ് എന്നുള്ള പാഠങ്ങളെല്ലാം തന്നെ സാമ്രാജ്യത്വമാണ് കൂടുതലായി വളർത്തിയെടുത്തിട്ടുള്ളത്. ഈ സാമ്രാജ്യത്വ പാഠങ്ങൾ ഉരുവിട്ട് പഠിച്ചുകൊണ്ടാണ് ഇന്ന് ഇറാനിയൻ സംസ്കാരം നശിപ്പിക്കപ്പെടുമെന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം നിസ്സംഗരായി നോക്കി നിൽക്കുന്നത്. അമേരിക്ക, ഇസ്രായേൽ, ഇറാഖ് സംഘർഷം അവസാനിക്കുന്ന മട്ട് കാണുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ സാംസ്കാരിക വശവും നമുക്ക് കൂടുതലായി ചർച്ച ചെയ്യേണ്ടി വരുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, സംസ്കാരത്തിൻ്റെ ചില നല്ല വശങ്ങൾ ചില സമയത്ത് ദോഷമായിട്ടും ഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് അടുത്ത കാലത്ത് നമ്മൾ ഇറാന്റെ കാര്യത്തിൽ കണ്ടത്. വളരെ വൈകാരികമായിട്ടൊരു സംഭവമായിരുന്നു അത്. ഇറാനിൽ നിന്ന് ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വേണ്ടി ഇറാനിലെ 70 നേതാക്കന്മാർ, പ്രതിനിധികൾ പാകിസ്ഥാനിലേക്ക് ഫ്ലൈറ്റ് പോകുമ്പോൾ അതിൽ ഒഴിഞ്ഞു കിടന്ന സീറ്റുകളിലെല്ലാം തന്നെ ഇസ്രയേൽ അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഫോട്ടോ വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ ആ ചിത്രം കണ്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി.
ഇതാണ് ഇറാൻ്റെ സംസ്കാരത്തിൻ്റെ ആഴം. ആ സംസ്കാരത്തിൻ്റെ സ്നേഹസ്മൃതിയുടെ ശക്തിയാണ് നമ്മളവിടെ കണ്ടത്. പക്ഷേ ചില കാര്യങ്ങൾ മറക്കുകയും വേണ്ടേ? ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട്, ജീവിതോന്മുഖതയുള്ള മനുഷ്യന്മാരും സമൂഹവും ചീത്ത കാര്യങ്ങൾ മറക്കാനാണ് ശ്രമിക്കുക. അതിനെപ്പറ്റി ഓർക്കും, മനസ്സിലാക്കും, പക്ഷെ പിന്നെ മറക്കാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ ഉപബോധ മനസ്സ് അത് മറന്നു കളയുന്നു. കാരണം ജീവിതം എന്നാലേ മുന്നോട്ട് പോകൂ എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ ഈ സ്മരണ അതിശക്തമായിട്ട് പുലർത്തുകയാണ്. നേതാക്കന്മാര് ആ കുട്ടികളുടെ ചിത്രത്തിന്റെ മുന്നിൽ ആദരവോടുകൂടി നിൽക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ ഒരു പ്രതികാരവാഞ്ച വളരുക തന്നെ ചെയ്യും. ആ പ്രതികാരവാഞ്ചയുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ചയും സഫലമാകാനും പോകുന്നില്ല. ഒത്തുതീർപ്പ് ചർച്ചകളുടെ ലോകത്തുണ്ടായ ചരിത്രത്തിലെ ഉദ്യമങ്ങളിലൊന്നും തന്നെ ഇങ്ങനെ ഒരു രംഗം നാം കണ്ടിട്ടില്ല എന്നതാണ്. ആ നഷ്ടപ്പെട്ടതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോക്കുണ്ടല്ലോ, വളരെ പ്രതീകാത്മകമായിരുന്നു അത്. അപ്പോ അതുകൊണ്ട് ഈ വികാരം വല്ലാതെ, ഈ ഓർമ്മ, വേദനിപ്പിക്കുന്ന ഓർമ്മകളുടെ വികാരം വല്ലാതെ മനസ്സിൽ തിങ്ങിയാൽ ഒത്തുതീർപ്പ് ചർച്ചയും സഫലമാകില്ല. അത് സഫലമാകാതിരുന്നാൽ വീണ്ടും കുറെ കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ ലോകത്തിന്റെ പല ഭാഗത്തും, ഇറാനിലും മറ്റു സ്ഥലങ്ങളിലും കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇറാന് സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല ഇസ്ലാമിക മാതൃക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെതാണ്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പിതൃവ്യൻ ഹംസയെ കൊന്ന ഹിന്ദിനെ പോലും നബി മാപ്പാക്കി വിട്ടു. ജീവിതകാലം മുഴുവൻ തന്നെ ദ്രോഹിച്ച ഖുറൈശികളോട് പൊറുക്കുകയും അവരുടെ തെറ്റുകളെല്ലാം മറക്കുകയും ചെയ്തു എന്നതാണ്. അപ്പൊ ചില സമയത്ത് മറക്കലും പൊറുക്കലുമെല്ലാം അനിവാര്യമാണ് എന്നുള്ളതാണ് സത്യം. എൻ്റെ ജീവിതത്തിൻ്റെ പുസ്തകം എന്ന നോവലിലെ മറവിയുടെ നല്ല വശങ്ങൾ, പലപ്പോഴും നമ്മൾ ഓർമ്മയുടെ ഗുണങ്ങളെ പറ്റിയിട്ടാണ് പറയുക, പക്ഷേ മറവിക്കും ചില പോസിറ്റീവായിട്ടുള്ള പുരോഗമനപരമായ മൂല്യങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. അതാണ് ആ നോവലിൻ്റെ പ്രമേയം. ഇതെല്ലാം ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ഈ യുദ്ധം അപ്പോൾ സൈനിക പാഠങ്ങൾക്കൊപ്പം സാംസ്കാരിക പാഠങ്ങളും നൽകുന്നുണ്ടല്ലേ? ഉറപ്പല്ലേ? പക്ഷേ നമ്മുടെ പണ്ഡിതവർഗം അത് വേണ്ട പോലെ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് സത്യം.